ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നമുക്കെപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വെളുത്തുള്ളി വെച്ചിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ പുളിമുട്ടായിൻ്റെയും ഇമിലി മുട്ടായിൻ്റെയും ഒരു ടേസ്റ്റും ടെക്സ്ചറുമാണ്. എരിവും പുളിയും മധുരവും എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് മാത്രമേ ഇഞ്ചി ചേർക്കുന്നുള്ളൂ, വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാൻ രീതിയിൽ. അങ്ങനെ മൊത്തത്തിൽ ഞാനിപ്പോൾ 4 ടീസ്പൂണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് പച്ചമണമെല്ലാം മാറുന്നവരെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സമയത്തിന് നല്ല സ്മെല്ല് വരാൻ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം നമുക്കൊരു 5-6 പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ കീറിയിട്ടിട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് നെയ്യിൽ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. അത് വഴന്ന് വരുന്ന സമയത്ത് 1 കപ്പ് അളവിൽ ഞാനിപ്പോൾ കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കാന്താരി മുളക് ഈ അച്ചാറിൽ പിടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെളുത്തുള്ളി, ഞാൻ 1 കപ്പ് വെളുത്തുള്ളി, വലിയൊരു കപ്പ് വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം നടുവ് കീറിയിട്ടാണ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. അതും കൂടി ഈ എണ്ണയിലിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ചൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിവെള്ളം കൂടി ആവശ്യമുണ്ട്. 1 പ്രാവശ്യം പിഴിഞ്ഞു കൊടുത്താൽ മതി. അതും കൂടിയും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കുക ചെയ്യണ്ട, കാരണം വെളുത്തുള്ളിയും ഈ പച്ചമുളകും എല്ലാം വെന്തുടഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് എടുക്കുന്നത്, നോർമൽ മുളക് എടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ കളറും ടെക്സ്ചറും എല്ലാം ഭയങ്കര അടിപൊളിയായിരിക്കും, എരിവും കുറവായിരിക്കും. അങ്ങനെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി മുളക് ചേർത്തുകൊണ്ട് തന്നെ നല്ല കളറും ടെക്സ്ചറും കിട്ടും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അച്ചാർ പൊടിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഈ അച്ചാറിലേക്ക്. അല്ലാതെ തന്നെ നല്ലൊരു ടെക്സ്ചറിൽ നമുക്കിത് കിട്ടും. അതിനുശേഷം കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് വെല്ലം, ശർക്കര എന്നെല്ലാം പറയൂ. അത് ഒരു 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടെക്സ്ചറും കളറും എല്ലാം കിട്ടും. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് 1 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക.
ഞാനിപ്പോൾ 1 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അധികം ലൂസിൽ എടുക്കുന്നില്ല, കുറച്ച് കട്ടിയിലാണ് ഞാനിപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഏകദേശം കുറുകി വരും. വെള്ളം ഇട്ടത് കൊണ്ട് തന്നെ നല്ലൊരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഇത് അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ സിമ്പിൾ അച്ചാർ ഇവിടെ റെഡിയായി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം എടുത്ത വീഡിയോ ഇത്. നല്ല ടെക്സ്ചറും കളറും എല്ലാം ആയിട്ടില്ലേ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അച്ചാർ പൊടിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലാസ്റ്റിക് ജാറിലേക്കാണ് മാറ്റുന്നത്. നിങ്ങൾ വീട്ടിലുള്ള ആവശ്യത്തിനെല്ലാം എടുക്കുമ്പോൾ ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്, അസ്സലാമു അലൈക്കും.